നമുക്ക് സാരിയുടെ മുന്താണിയിൽ നമുക്ക് പിന്നെ സിക്സാക്ക് ചെയ്യാം കേട്ടോ. സാരിയുടെ മുന്താണിയിലാണ് നമുക്ക് സിക്സാക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം. സാരിയുടെ മുന്താണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മുന്താണിയിൽ നമ്മൾ നല്ല വശമാണ് അടി നൂലിങ്ങനെ കൊടുത്തിരിക്കുക. അടിഭാഗത്ത് നല്ല വശം അടിയിലിടണം കേട്ടോ. നമ്മൾ എന്നിട്ട് പ്രഷർ പോട്ട് ഇങ്ങനെ പൊക്കി പൊക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഇതുണ്ട്, ആ നമ്മൾ സിക്സാക്ക് ചെയ്യുന്നതിൻ്റെ വേണം സാരിയുടെ പ്രഷർ തുമ്പ് വെച്ച് പോട്ട് അത് കേട്ടോ. കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് എന്നിട്ട് ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കണം, റഫായിട്ട് കേട്ടോ. 1, 2, 3 ചെയ്തിട്ട് വേണം നമ്പറുണ്ട്. ആ നൂലിൽ അത് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യരുത്. വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ഇതേപോലെ വീതിയിൽ ഉണ്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഈ കണ്ടില്ലേ, ഈ ഇടത് കൈയുടെ വിരലിങ്ങനെ താഴ്ത്തി വലത് കൈ ഇങ്ങനെ പൊക്കി വെക്കണം, എന്നാലേ അത് ഉരുണ്ട് വരുള്ളൂ. ഇങ്ങനെ നമുക്ക് എത്രമാത്രം വീതി വേണമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എന്നിട്ട് എടുത്തിട്ട് ബാക്ക് ഈ രീതിയിൽ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഉരുണ്ട് വിട്ടു സ്ട്രെയിറ്റ് ആയിട്ട് വിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുന്ന വീതിയിൽ വരും. ഫുള്ള് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. കുറേശ്ശെ നമ്മളിങ്ങനെ വിട്ടിട്ട് വിരലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ തുണി വലത് കൈ കൊണ്ട് തുണിയൊന്ന് പൊക്കി കൊടുക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തുണി ഒന്ന് പൊക്കി കൊടുക്കുമ്പോൾ അത് ആ ഉരുണ്ട് വരും കേട്ടോ. ഇടയ്ക്ക് കട്ടിയാവും, ആ നൂല് കയറി പോകും. അന്നേരം ആ പ്രഷർ പോട്ട് ഒന്ന് പൊക്കിയിട്ട് നമുക്കത് ചെയ്തെടുക്കാം. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് തീർത്തെടുക്കാം കേട്ടോ. ഒരേ വീതിക്ക് വേണം ചെയ്യാൻ. ഉണ്ടോ, നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ നമുക്കൊരു ഇതുണ്ട് കട്ട് ചെയ്യാനായിട്ട്, അതിനകത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഉണ്ടോ, ചെറിയ തിന്നായിട്ട്. എത്ര വീതി കൂട്ടുകയും ചെയ്യാം, വീതി കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ചെറുതായിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക്